പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന സംരംഭമാണ്. 2 മാസത്തോളമായി തുടങ്ങിയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആൾക്കാരുടെ ഇതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. നല്ല അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുകയും ചീത്ത അഭിപ്രായങ്ങൾ നമ്മൾ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അയല കറി വയ്ക്കുകയാണ്. നാളത്തേക്കുള്ള അയലയാണ് കറി വയ്ക്കുന്നത്. അതിൽ നമ്മുടെ ഹോംലിയുടെ ഫിഷ് മസാലയാണ് ഇത് ചേർക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി. നമ്മൾ മുളക് പൊടി ചൂടാക്കിയത് അരച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. അരച്ചത് കൂടാതെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് തേങ്ങയും എല്ലാം അരച്ചു. ഉപ്പും കുടംപുളിയൊക്കെയാണ്, വീട്ടിൽ ഉണങ്ങുന്ന കുടംപുളിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി അതെടുത്ത് തൊലി പൊളിച്ച് മിക്സിയിൽ ജാറിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മിക്സ് മുളക് പൊടിയാണ്. കാശ്മീരിയും സാധാ മുളകും കൂടെ കൂടി എരിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ്. സഹോദരൻ നടത്തുന്ന മില്ലുണ്ട്, കളപ്പുരയ്ക്കൽ മിൽസ് എന്നാണ് എൻ്റെ പേര്. അവിടെ നിന്നാണ് ഇത് മേടിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസൊക്കെ ഞാൻ ഹോംലിയുടെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട്. അതും കൂടെ കൂടി നിറം കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ നിറമില്ലല്ലോ. അപ്പോൾ ആൾക്കാർ പറയത്തില്ലേ എണീറ്റ് നടക്കുക, മീൻ വെള്ളത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെയാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കാശ്മീരിയുടെ മുളക് പൊടി ചേർക്കുന്നത്. കൂടാതെ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി എരിവ് വേണ്ടതാണ്, അതുകൊണ്ടാണ് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഫിഷ് മസാല ചേർക്കാം. അതുപോലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇച്ചിരി മീറ്റ് മസാല ചേർക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാല ചേർക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഓരോന്നിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചേർത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സിക്കകത്തിട്ട് അരച്ച് ഉപ്പും കൂടെ കൂട്ടിയിട്ട് അരച്ചിട്ടാണ് മീൻ ാണ് അതിനകത്തേക്കാണ് ഞാനിപ്പോൾ ഈ അയല ഓരോന്നായിട്ട് പരത്തിയിടുന്നത്. പരത്തിയിട്ട് പൊക്കി പരട്ടി മാറ്റി വയ്ക്കുകയാണ്. ഇത് പരട്ടിയിട്ട് ഫ്രിഡ്ജിനകത്താണ് വയ്ക്കുന്നത്. എന്നാലും ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് നാളെ ഒരു 2 മണിക്കൂർ പുറത്തിറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് തണുപ്പെല്ലാം പോയി കഴിഞ്ഞ് വറുത്താൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ കോഴികളും കൂടെ ഇടുകയാണ്. ഉപ്പൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അരച്ച കൂട്ടത്തിൽ തന്നെ ഉപ്പ് ചേർത്തിരുന്നു ഞാൻ. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ട്. ഇതിന് പരട്ടി വയ്ക്കണം. പരട്ടി നല്ലപോലെ പരട്ടിയെങ്കിൽ മാത്രമേ ഇതിന് നല്ല കളർ വരുന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്യണം. വെച്ച അയലയാണ്. അത് കറക്കി കൈപ്പാനിനകത്ത് തന്നെ ചൂടായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറക്കി വെക്കുക. നമ്മളിന്റെ ജയരിയുടെ ചോറാണ് ഇന്ന് കൊടുക്കുന്നത്. ദിവസം 2 ചാറുകറിയാണ് ഒഴിച്ചു കൂട്ടാൻ കൊടുക്കുന്നത്. ഒന്ന് പച്ചമുളകാണ് കൊടുക്കുന്നത്, ഒന്ന് ഇത് സാമ്പാറാണ്. എല്ലാ ദിവസവും സാമ്പാർ വേണം. എല്ലാവരും ചോദിക്കും സാമ്പാർ ഇല്ലാത്ത ദിവസം ഒരു സാമ്പാർ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ വേറെ കറി മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഇത് അയലക്കറിയാണ്. അതിൻ്റെ കൂടെയുള്ള മീൻ അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണ്. ഇത് പാവയ്ക്ക തീയില കേട്ടോ. ഇത് പപ്പടം.